ഇന്നലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജമലി ആശുപത്രിയിൽ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് എല്ലാവർക്കുമായിട്ട് സമാപന ആശീർവാദം കൊടുക്കുകയുണ്ടായി. അത് ആയിരക്കണക്കിന് ആളുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയും പാപ്പയെ 38 ദിവസത്തിന് ശേഷം പാപ്പയെ കാണുവാൻ വേണ്ടി അവിടെ എത്തിക്കൂടിയ ജനത്തിന് വളരെ സന്തോഷമായ ഒരു അനുഭവമായിരുന്നു. അതിൽ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ടത് പൂച്ചെണ്ടുമായി നിൽക്കുന്ന ഒരു അമ്മച്ചിയാണ്. പിതാവ് ആശീർവാദത്തിന് ശേഷം ആ അമ്മച്ചിയെ കണ്ടുകൊണ്ട് പറയുക ചെയ്തു, വളരെ മനോഹരമായി പൂച്ചെണ്ടുമായിട്ട് ഒരു അമ്മച്ചി നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു. അത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സർപ്രൈസ് ആയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ ആ പൂച്ചെണ്ടുമായി നിൽക്കുന്ന അമ്മച്ചിയെ മാത്രം എന്താണ് പിതാവ് നോട്ടീസ് ചെയ്തത്? എന്താ? തീർച്ചയായിട്ടും ആ അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോ അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചില ഇടങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം പലരും പറഞ്ഞു, ഇത്രയും മാത്രം ജനങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഇത്രയും വെയിലും കൊണ്ട് എല്ലാവരും വന്നിട്ട് എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ അമ്മച്ചിയെ കുറിച്ച് മാത്രം പറഞ്ഞത്? പക്ഷേ ക്ലെനീഷ്യൻ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറലായ ഫാദർ മാത്യു ഒരു പ്രത്യേക കാര്യം പറഞ്ഞത് ഈ നിമിഷം ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു അപ്പനെ പോലെയാണ്, എല്ലാവരും ഒരു പിതൃഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ അമ്മച്ചിയെ കുറിച്ച് പറയുമ്പോൾ ആ അമ്മച്ചി അവിടെ നിന്ന് എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയായിട്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയം അങ്ങനെ പ്രായമായ ഒരു അമ്മച്ചി വെയിലും കൊണ്ട് ആ പൂച്ചെണ്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒരു പിതൃഹൃദയത്തിൽ നിന്ന് വന്ന ഒരു കാര്യമായിട്ടാണ് അതിനെ കാണേണ്ടത്. ഏതായിരുന്നാലും അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പൂച്ചെണ്ടിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയുന്നത് നല്ലതായിരിക്കും. പൂച്ചെണ്ട് പരിശുദ്ധാവ് ആശീർവാദത്തിന് ശേഷം ആ അമ്മച്ചി ആ പൂച്ചെണ്ട് പ്രത്യേകമായിട്ട് സെക്യൂരിറ്റി ഏൽപ്പിച്ചു. ആ സെക്യൂരിറ്റി അത് പരിശുദ്ധാവിന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം നമുക്കറിയാലോ, ജമലി ആശുപത്രിയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്ര ചെയ്ത് കാസാന്ത മാർത്ത ഹോളിലേക്ക് വരികയായിരുന്നു. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കാസ സാന്ത മാർത്തയുടെ മുമ്പിലാണ്. ഇതിന്റെ തൊട്ട് പുറകിലാണ് മാർപ്പാപ്പ താമസിക്കുന്ന കാസ സാന്ത മാർത്ത. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പൂച്ചെണ്ടുമായിട്ട് യാത്രയായത് മേരി മജോറെ ബസിലിക്ക എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ബസിലിക്കയിലേക്കാണ് യാത്ര ചെയ്തത്. അവിടെ ചെന്ന് ആ പൂച്ചെണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയുണ്ടായി. അതെ, നമുക്കറിയാവുന്ന പോലെ എല്ലാ യാത്രകൾക്കും മുമ്പും അതിനുശേഷവും പതിവ് തെറ്റിക്കാതെ പരിശുദ്ധ പിതാവ് മരിയ മജോർ ബസിലിക്കയിൽ പോയി വിസിറ്റ് ചെയ്യും. യാത്രയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കും, അതിനുശേഷം നന്ദി സൂചകമായിട്ട് യാത്രയ്ക്ക് ശേഷം ഒന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇതൊരു കൊച്ചി യാത്രയായിരുന്നു. 38 ദിവസത്തെ യാത്രയ്ക്ക് അധികം നീളമില്ലെങ്കിൽ 38 ദിവസത്തെ ചികിത്സയ്ക്ക് ആശുപത്രി വാസത്തിനും ശേഷം തീർച്ചയായിട്ടും നന്ദി പറയാൻ വേണ്ടി ബസിലിക്കയിൽ പോയി പ്രാർത്ഥിച്ച് പൂച്ചെണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു. നാളെ പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്. അപ്പൊ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹം കാണിക്കുവാനും നന്ദി സൂചകമായിട്ട് നമ്മളെ എല്ലാ വിശ്വാസികളെ എല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഫലമായി സൗഖ്യം പ്രാപിച്ച് സാന്ത മാർത്ത ഹോളിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും തുടരാം. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിരവധിയായ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോർജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.